നമ്മൾ ആ കാണുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്, ആ മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക്. ഇപ്പം നമ്മളിവിടെ ഏകദേശം ഇതിൻ്റെ താഴത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നൊന്നും തോന്നില്ല. കാരണം ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണുന്നത്. രണ്ട് സൈഡിലും പച്ചക്കറി കടകളും പൂക്കടകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയേക്കാണ്. കണ്ട മണിക്കാക വിനായകൻ അങ്ങനെ എന്തുകൊണ്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് തമിഴ് കുറച്ചൊക്കെ വായിക്കാൻ അറിയും, പക്ഷേ പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ വിനായക ക്ഷേത്രമാണ്, വിനായകൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ആദ്യത്തെ വീട് എന്താണെന്ന് മനസ്സിലായില്ല. കണ്ട ആ മലയുടെ മുകളിൽ ഒരു കരിങ്കൽ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. കണ്ട അപ്പം നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മളെ വഴിപാട് കൗണ്ടറുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തുമായിട്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, അതായത് ചെറിയ ചെറിയ വിഗ്രഹങ്ങളും ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെയൊക്കെ തൊഴുതിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പടികൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായ ഇതാണ് ഉച്ചപ്പുള്ളിയാർ ക്ഷേത്രം എന്ന് പറയും, അല്ല ചെങ്ങ റോഡ് ഫോർട്ട് ഗണപതി ക്ഷേത്രം എന്ന് പറയും, അതല്ല ചെങ്ങ മലൈക്കോട്ടൈ ക്ഷേത്രം എന്ന് പറയും. ഇത് തൃച്ചിയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് 273 അടി ഹൈറ്റിലാണ്. അതായത് 417 പടികൾ കയറിയിട്ട് വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ തൊഴാൻ. ഈ ക്ഷേത്രത്തിൽ കയറാൻ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡൊന്നുമില്ല. പാൻറ് ഇട്ടിട്ടും മുണ്ടിട്ടൊക്കെ പോവാം, ഷർട്ട് ഇട്ടിട്ടൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. പുള്ളിമുണ്ട് എടുത്തിട്ട് ആരും പോകുന്നില്ല. പൊതുവെ അങ്ങനെ പുള്ളിമുണ്ട് എടുത്തിട്ട് ആരും ക്ഷേത്രത്തിൽ പോകാറില്ലാത്തതിൻ്റെ പേരിൽ. ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വിൽക്കുന്ന ഒരാളിരിക്കുന്നുണ്ട്. 1-2 പേരേ ഉള്ളൂ. അത്രയധികം കച്ചവടക്കാരൊന്നും അലൗഡ് അല്ല ഇവിടെ. മല കയറുമ്പോൾ പിന്നെ പല തിരിവുകളായിട്ട് കയറണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊക്കെ കണ്ട അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മലയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് അല്ല, ജസ്റ്റ് കയറുക, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, അങ്ങനെ കയറി പോകുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട്, അവിടെയും നമുക്ക് തൊഴുതിട്ട് വേണം പോകാൻ. കുറച്ചുകൂടി കൊണ്ട് കയറി വന്നപ്പോൾ ഇവിടെ 2 സൈഡിലേക്കുള്ള വഴികൾ കാണാം. ഒന്ന് പുറത്തേക്കുള്ളതാണ്, അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന പാറയുടെ പുറം ഭാഗം കാണാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റേത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ളത്. ഇത് വേറെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ളതാണ്. ഉച്ചി ഗണപതിക്കല്ല, ഉച്ചി പുള്ളിയാർ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ല, ഇത് വേറൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇവിടെ നിറയെ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരുപാട് തൂണുകളൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ, അതേമാതിരി ഇവിടെ ഒരു നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സ്വർണ്ണത്തിൽ പോയിഞ്ഞ വലിയൊരു കൊടിമരം ഉണ്ട് കേട്ടോ. അതുകൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, കാരണം വെച്ചെങ്കിൽ ഇന്ന് ഒരു വർക്കിംഗ് ഡേയ്സ് ആയ കാരണം തോന്നുന്നു വലിയ തിരക്കൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളായിട്ടുള്ള ഒരു ഭാഗം കാണാം. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊന്നും പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്മേ ഓരോ നാളുകളുടെ പേരിലുള്ള വിഗ്രഹങ്ങൾ, അല്ല വെച്ചെങ്കിൽ അത് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഗ്രഹങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഞങ്ങളൊരാളോട് ചോദിച്ചു, പക്ഷെ അവർ വീഡിയോ കാര്യമായിട്ട് എടുക്കരുതെന്ന് പറഞ്ഞെന്നെങ്കിലും നമ്മളതൊന്ന് അനുഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നാൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല. അത് ഒരുവിധം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും വീഡിയോ അലൗഡ് അല്ല. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനോ അല്ല വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. പോകാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ പോയി തൊഴാൻ, പക്ഷേ വീഡിയോ അലൗഡ് അല്ല അവിടെ. അതാണ് ഒരു പ്രശ്നം. ഇനി നമുക്ക് നേരത്തെ കണ്ട ആ പടി കൂടെ പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയാണ് ഉച്ചപ്പുള്ളിയാർ ക്ഷേത്രം ഉള്ളത്. കണ്ടാ ഈ പടി കൂടെ നമ്മൾ കയറിയിട്ട് വേണം ഉച്ചപ്പുള്ളിയാർ ക്ഷേത്രത്തിലെത്താൻ. അതായത് ഈ പാറയുടെ മുകളിലുള്ള ആ ഒരു ക്ഷേത്രം കാണാൻ. നല്ല 2 കരിങ്കൽ പാറയുടെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് വരുന്നത്. കണ്ടാ അതുമാത്രമല്ല, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു യാത്രയിൽ. ഒന്ന് രാജേഷ്, നമ്മളൊരു സുഹൃത്ത്, അതുകൂടാതെ അടുത്ത 2 പേരാണ് ഈ വരുന്നത്. ഒന്ന് സുബിനും ഒന്ന് ദിനേഷും. അങ്ങനെ 4 പേര് ഞങ്ങളൊരു തഞ്ചാവൂർ, കുംഭകോണം അങ്ങനെ ഒരു ട്രിപ്പിൽ കണ്ട ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ തെളിവാണ് കണ്ട ജനങ്ങൾക്ക്, ഭക്തർക്ക് ക്യൂ നിൽക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇന്ന് തിരക്കില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് വളരെ സുഖമായിട്ട് തൊഴാനും കാഴ്ചകൾ കാണാനൊക്കെ പറ്റി എന്നതിൽ സന്തോഷം. ഓഫ് ഡേയ്സിലൊക്കെ ഈ കാണുന്ന ക്യൂ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഫുൾ റഷായിരിക്കുന്നു. അത്രയും ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണിതെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി. ഈ ഉച്ചിപ്പുള്ളിയാർ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല. പക്ഷേ ഈ ഉച്ചിപ്പുള്ളിയാർ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൃച്ചിനാപ്പള്ളി അല്ല ഈ തൃച്ചി എന്ന് പറഞ്ഞ ഈ പട്ടണത്തിൻ്റെ പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റും. 4 സൈഡും അങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് തൃച്ചിയിലുള്ള മലൈക്കോട്ടൈ ക്ഷേത്രം, അല്ല ഉച്ചിപ്പുള്ളിയാർ കോവിൽ.
അല്ല റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടാം.